നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസീന അതുൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീനിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നല്ല ഒരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്ത് തരാമോ എന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിന് മാച്ചായ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ സൺസ്ക്രീനിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി എന്താണ് ഈ സൺസ്ക്രീൻ? ഈ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും UV റേസിൽ നിന്നുമെല്ലാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് തരത്തിലുള്ള സൺസ്ക്രീൻ ഉണ്ട്, ഫിസിക്കൽ സൺസ്ക്രീൻ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻ. ഇതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചാണ് ഇതിനെ രണ്ടായി തിരിച്ചിട്ടുള്ളത്. അതായത് ഈ ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നതിൻ്റെ കണ്ടന്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ആൻഡ് സിങ്ക് ഡയോക്സൈഡ് ഇവ അടങ്ങിയ സൺസ്ക്രീനാണ് ഫിസിക്കൽ സൺസ്ക്രീൻ. കൂടാതെ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ ഒരു വൈറ്റ് കാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്ന സൂര്യപ്രകാശത്തെ ബൗൺസ് ചെയ്യുന്നു, അതായത് ഇത് നമ്മുടെ സ്കിന്നിൽ പതിക്കാതെ സൂക്ഷിക്കുന്നു. അടുത്തതായി കെമിക്കൽ സൺസ്ക്രീൻ നോക്കാം. അവോബെൻസോൺ ആൻഡ് ഓക്സിബെൻസോൺ അടങ്ങിയ സൺസ്ക്രീനാണ് കെമിക്കൽ സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്ന UV റേസിനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ തൊലിക്കുള്ളിൽ എൻ്റർ ചെയ്യാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടാകുന്നില്ല. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും SPF അതായത് SPF 50 മുകളിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ വെയിലിൽ ഇറങ്ങുന്ന ഒരു 20 മുതൽ 30 മിനിറ്റ് മുന്നേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അത് ഒരു തിക്ക് കോട്ടിംഗ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. മുഖം കഴുകി കളഞ്ഞ ശേഷം സൺസ്ക്രീൻ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ പുതിയ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അലർജി ഉണ്ടോ എന്ന് നോക്കാൻ ഒരു പാച്ച് ടെസ്റ്റ്, അതായത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഒരു 24 അവർ വെയിറ്റ് ചെയ്ത് ഇച്ചിങ്ങോ ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇനി നമുക്ക് സ്കിൻ ടൈപ്പ് അനുസരിച്ച് സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഡ്രൈ സ്കിൻ ഉള്ളവർ. ഈ ഡ്രൈ സ്കിൻ ഉള്ളവർ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്ത ശേഷം മാത്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായി ഓയിലി സ്കിൻ ഉള്ളവർ. ഈ ഓയിലി സ്കിൻ ഉള്ളവർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് കെമിക്കൽ സൺസ്ക്രീൻ ആണ്. അത് നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ നോക്കി വാങ്ങുക, കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കൂ. സെൻസിറ്റീവായ സ്കിൻ ഉള്ളവർ തീർച്ചയായും ഫിസിക്കൽ സൺസ്ക്രീൻ മാത്രം ഉപയോഗിക്കുക. കാരണം ഇതിലെ ഇൻഗ്രീഡിയൻസ് മൈൽഡ് ആയതുകൊണ്ട് സ്കിന്നിന് ഇറിറ്റേഷനോ ഇച്ചിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ആക്നെ, മുഖക്കുരു തുടങ്ങിയവയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളും ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഈ ഫിസിക്കൽ സൺസ്ക്രീൻ ആക്നെയും കൊമഡോസ്, അതായത് ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് ഇങ്ങനെയുള്ളവ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇനി നോർമൽ സ്കിന്നുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻ രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ആദ്യം കെമിക്കൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുകളിലായി ഫിസിക്കൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എന്നാലേ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പൂർണ്ണ ഗുണം ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു കരുതുന്നു. നന്ദി. ഇതുപോലുള്ള വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.